തൊണ്ടയിൽ എപ്പോഴും കഫം വന്ന് തിങ്ങി നിൽക്കുന്നു എന്ന് കംപ്ലൈന്റ് പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കിച്ച് ഒന്ന് ശരിയാക്കി ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തൊന്ന് ചുമച്ചു കഴിഞ്ഞാൽ ഇത് പോവുകയും ചെയ്യും. എന്തുകൊണ്ടാണ് ഇങ്ങനെ തൊണ്ടയിൽ കഫം നിറയുന്നത്? ഇതെങ്ങനെ പരിഹരിക്കാം? ഈ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ ഡോക്ടർ പെബീദ, കോഴിക്കോട് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ ENT സർജനാണ്. തൊണ്ടയിലെ കഫം ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടുന്ന ഒരു പ്രശ്നം തന്നെയാണ്. മര്യാദയ്ക്കൊന്ന് സംസാരിക്കാൻ കഴിയാതെ, സംസാരിച്ചൊന്ന് തുടങ്ങുമ്പോൾ തന്നെ ഇങ്ങനെയൊക്കെ ആക്കി ശബ്ദം ക്ലിയർ ആക്കി സംസാരിക്കേണ്ടി വരുന്ന ഒരുപാട് ആളുകളുണ്ട്. പ്രത്യേകിച്ചും ഒരുപാട് നേരം സംസാരിക്കുന്ന ടീച്ചേഴ്സ്, പ്രാസംഗികര്, ഇവർക്കൊക്കെ പലപ്പോഴും ഈ പ്രശ്നം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇടയിലൊന്ന് നിർത്തി വെള്ളമൊക്കെ കുടിച്ച് ഇങ്ങനെ ഒന്ന് ആക്കി കഴിയുമ്പോൾ വീണ്ടും ഇത് ശരിയാവുകയും ചെയ്യും. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഈ തൊണ്ടയിൽ ഇങ്ങനെ കഫം വരാം? കുറെ ആളുകൾ വായിൽ ഇങ്ങനെ ഒരു വെളുത്ത പത പോലെ കഫം വന്ന് എപ്പോഴും ഇങ്ങനെ തുപ്പുന്നതും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒരുപാട് രോഗത്തിന്റെ രോഗലക്ഷണങ്ങളായിട്ടാണ് ഈ തൊണ്ടയിലെ കഫം വരുന്നത്. പ്രധാനമായിട്ടുമുള്ളത് മൂക്കിലെ അലർജി. തൊണ്ടയുടെ പിന്നിലൂടെ വരുന്ന പോസ്റ്റ് നേസൽ ഡ്രിപ്പ് എന്നാണ് ഈ കഫത്തെ നമ്മൾ പറയുക. നമ്മുടെ മൂക്കിന്റെ ഉള്ളിലെ മ്യൂക്കസ് മെംബ്രെയിനിൽ നിന്നും സൈനസിനകത്തുനിന്നുമൊക്കെ ഒരുപാട് മ്യൂക്കസ് പുറപ്പെടുവിക്കപ്പെടുന്നുണ്ട്. ഈ മ്യൂക്കസ് അനായാസേന നമ്മുടെ തൊണ്ടയുടെ പിന്നിലൂടെ വയറിലേക്ക് എത്തുകയും വേണം. എന്നാൽ വെള്ളം കുടിക്കുന്ന അളവൊക്കെ കുറവാണെങ്കിൽ ഇത് വളരെ തിക്കായി തൊണ്ടയുടെ പുറകിൽ എപ്പോഴും വന്ന് തങ്ങി നിൽക്കുന്നതായിട്ട് തോന്നും. അതുപോലെ അലർജിയൊക്കെ ഉള്ളവരിൽ വെള്ളം പോലെയുള്ള കഫം തൊണ്ടയുടെ പിന്നിലേക്ക് എപ്പോഴും ഊർന്നു വരും. ഇതാണ് എന്തോ തങ്ങി നിൽക്കുന്നത് പോലെയുള്ള തോന്നൽ രോഗികൾക്കുണ്ടാക്കുന്നത്. ജലദോഷവും കഫക്കെട്ടുമൊക്കെ എപ്പോഴും വിട്ടുമാറാതെ നിൽക്കുന്നവർക്ക് ക്രോണിക് സൈനസൈറ്റിസ്, അതായത് മൂക്കിന്റെ മുൻഭാഗത്തുള്ള സൈനസുകളിലും വളരെ പിന്നിലുള്ള സ്ഫിനോയിഡ് സൈനസിലും ഒക്കെ കഫം നിറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം രോഗലക്ഷണങ്ങൾ കണ്ടുവരാറുണ്ട്. അത് മാത്രമല്ല, വാസോമോട്ടോ റൈനൈറ്റിസ്, ചിലതരം ഹോർമോൺ വ്യതിയാനങ്ങളൊക്കെ തൊണ്ടയിലെ കഫം പോലെ ഊർന്നു വരുന്ന ജലദോഷം ഉണ്ടാക്കുന്നു. അപ്പോൾ മൂക്കിന്റെ കാരണങ്ങൾ കൊണ്ട് തൊണ്ടയിൽ കഫം ഉണ്ടാവാം. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് വയറിലെ അസിഡിറ്റിയാണ്. നമ്മുടെ വയറിനകത്തുള്ള ആസിഡ് മുകളിലോട്ട് പുളിച്ചു തികട്ടി വരികയാണ്. ആമാശയത്തിൽ നിന്നും അന്നനാളത്തിന്റെ ഏറ്റവും മേലെയുള്ള റബ്ബർ ബാൻഡ് പോലത്തെ ഒരു സ്ഫിങ്ക്റ്റർ ഉണ്ട്. അപ്പർ ഈസോഫാജൽ സ്ഫിങ്ക്റ്റർ എന്നാണ് ഇതിന്റെ പേര്. അപ്പോൾ ഈ റബ്ബർ ബാൻഡ് ലൂസ് ആയാൽ എങ്ങനെയുണ്ടാവും? വയറിൽ നിന്നുള്ള ആസിഡ് പുളിച്ചു തികട്ടി നമ്മുടെ തൊണ്ടയുടെ പിന്നിൽ വന്ന് വീഴും. ഇതും എപ്പോഴും തൊണ്ടയിൽ കഫമുള്ള ഒരു ഫീൽ ഉണ്ടാക്കുന്നു. ഇത് വരുമ്പോഴാണ് കുത്തിയുള്ള ചുമ, ചിലപ്പോഴൊക്കെ ശ്വാസം കിട്ടാതെ ബുദ്ധിമുട്ടും, വെളുപ്പിനൊരു 3-4 മണി സമയത്തൊക്കെ കുരച്ചുകൊണ്ട് എണീക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് രോഗികൾക്കുണ്ടാവുക. ശബ്ദത്തിനും ചെറിയൊരു ഇടർച്ച ഉണ്ടായേക്കാം. അപ്പോൾ ഈ പ്രശ്നത്തെ ലരിംഗോഫെറിഞ്ചിയൽ റിഫ്ലക്സ് എന്ന് പറയുന്നു. ഇത് മൂലമുണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് ഇത്തരം രോഗികൾക്ക് തൊണ്ടയിൽ കഫമുണ്ടാക്കുന്നത്. മൂന്നാമത്തെ ഒരു പ്രശ്നം നമ്മുടെ ശ്വാസകോശത്തിൽ നിന്ന് വരുന്ന കഫമാണ്. അലർജിയുള്ള ആളുകൾക്ക് മിക്കപ്പോഴും ആസ്മ കൂടെ ഉണ്ടാവും. അപ്പം ഇത്തരം ആസ്മയുള്ള രോഗികളിൽ തൊണ്ടയിൽ എപ്പോഴും കഫം താഴെ നിന്ന് വരാറുണ്ട്. ചുമയ്ക്കുമ്പോഴൊക്കെ പ്രത്യേകിച്ചും ഇത് കാണാം. അതുപോലെ പുകവലി ശീലമുള്ളവരിൽ COPD ലങ്സിനെ ബാധിക്കുന്ന മറ്റൊരു അസുഖമാണ്. അപ്പോൾ ഈ COPDയിലും കൂടെ ചുമയ്ക്കുമ്പോൾ കഫം തൊണ്ടയിലേക്ക് വരാം. അത് മാത്രമല്ല, ലങ്സിനെ ബാധിക്കുന്ന മറ്റസുഖങ്ങൾ, ബ്രോങ്കിക്ടൈസിസ് തുടങ്ങിയ അസുഖങ്ങളിലൊക്കെ ചുമ ഇങ്ങനെ മാറാതെ നിന്ന് കഫം എപ്പോഴും തൊണ്ടയുടെ പിന്നിലേക്ക് ഊർന്നു വരാം. ഇനിയുള്ള അടുത്ത കാരണം, ചില ഭക്ഷണ പദാർത്ഥങ്ങൾ ചില ആളുകളിൽ കഫം കൂടുതലായിട്ടുണ്ടാക്കും. ഞാനീ പറഞ്ഞ ഭക്ഷണ സാധനങ്ങൾ ഫുഡ് അലർജി ഉണ്ടാക്കുന്നവയല്ല. എന്നാൽ ചില ആളുകൾക്ക് ഫുഡ് സെൻസിറ്റിവിറ്റി ഉണ്ടാവാം. ചില പ്രത്യേക ഭക്ഷണം, പ്രത്യേകിച്ചും ചില ആളുകൾക്ക് പാൽ ഉൽപ്പന്നങ്ങൾ, അതുപോലെ തന്നെ മുട്ട, ഗോതമ്പിന്റെ ഉൽപ്പന്നങ്ങളൊക്കെ കഴിക്കുമ്പോൾ കൂടുതലായിട്ടും തൊണ്ടയിൽ കഫം വരുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെടാറുണ്ട്. അപ്പോൾ ഇതും തൊണ്ടയിൽ കഫം ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ്. പിന്നെയുള്ളത്, റേഡിയേഷൻ ചികിത്സയൊക്കെ എടുത്തു കഴിയുമ്പോൾ വായുടെ ഉള്ളിലെ ഉമിനീര് വറ്റുകയും മൂക്കിന്റെ പിന്നിൽ നിന്നൊക്കെ വരുന്ന കഫം വളരെ കട്ടിയായിട്ട് തൊണ്ടയുടെ പിന്നിൽ വന്ന് ഊർന്നിറങ്ങും. ഇതും എപ്പോഴും രോഗികൾ തൊണ്ടയിൽ എപ്പോഴും കഫം നിറയുന്നു, ഇത് താഴോട്ട് ഇറക്കാൻ സാധിക്കുന്നില്ല. ഇത്തരം പ്രശ്നങ്ങളും തൊണ്ടയിലെ കഫം എന്ന് തന്നെയാണ് ആളുകൾ പറയാറ്. പിന്നെയുള്ള ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത്, തൊണ്ടയിൽ കഫമൊന്നും ശരിക്കും ഉണ്ടാവില്ല, എന്നാലും എന്തോ തങ്ങി നിൽക്കുന്നുണ്ട് ഡോക്ടറെ എന്ന് പറഞ്ഞു വരുന്ന ഒരു വിഭാഗം ആളുകൾ. കൂടുതലും അമിതമായിട്ടുള്ള ഉത്കണ്ഠയുള്ള സ്ത്രീകളിലാണ് ഇത് കൂടുതലായിട്ട് കാണാറ്. ഗ്ലോബസ് സെൻസേഷൻ എന്നാണ് ഈ ഒരു പ്രശ്നത്തിന്റെ പേര്. ഇവിടെ ശരിയായിട്ടുള്ള കഫം ഉണ്ടാവുകയില്ല, എന്നാൽ രോഗിക്ക് എപ്പോഴും തൊണ്ടയിൽ കഫം തിങ്ങി നിൽക്കുന്നു എന്ന തോന്നൽ മാത്രമാണ് ഉണ്ടാവുക. കഫ പോലെ തന്നെ ഫോറിൻ ബോഡി സെൻസേഷൻ ത്രോട്ടും ഈ ഗ്ലോബസിൽ ഉണ്ടാവാം.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് തൊണ്ടയിലെ കഫം ഉണ്ടാക്കുന്നത്. ഈ തൊണ്ടയിൽ ഇങ്ങനെ എപ്പോഴും കഫം വന്ന് നിറഞ്ഞാൽ നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക? പ്രധാനമായും എന്തോ തങ്ങി നിൽക്കുന്ന ഫോറിൻ ബോഡി സെൻസേഷൻ, ത്രോട്ട്, പിന്നെ ശബ്ദത്തിലൊരു വ്യത്യാസം, എപ്പോഴുമുള്ള ചുമ, പിന്നെ ഫ്രീക്വന്റ് ത്രോട്ട് ക്ലിയറിംഗ് എന്ന് ഡോക്ടർമാർ പറയുന്ന എപ്പോഴും ഈ കിച്ച് ക്ലിയർ ചെയ്യുന്ന ഒരവസ്ഥ, പിന്നെ രാത്രിയിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ തന്നെ വെളുപ്പിന് ഒരു 2-3 മണിയാവുമ്പോൾ പെട്ടെന്ന് ഞെട്ടി ഉണരുക. ഇത് ചുമ കാരണമാണ് പലപ്പോഴും എണീക്കാറ്. ശ്വാസം മുട്ടുക, ഇത്തരം പ്രശ്നങ്ങളൊക്കെയാണ് ഈ ഒരു തൊണ്ടയിലെ കഫം കൊണ്ടുണ്ടാകുന്ന രോഗലക്ഷണങ്ങൾ. ഇനി നമുക്ക് ഇത് എങ്ങനെ പരിഹരിക്കാം? തൊണ്ടയിലെ കഫം പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ആദ്യം കണ്ടെത്തേണ്ടത് എന്ത് കാരണം കൊണ്ടാണ് ഇതുണ്ടാകുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ മൂക്കിലെ അലർജിയും സൈനസൈറ്റിസും ഒക്കെയാണ് പ്രശ്നമെങ്കിൽ അതിനുള്ള ടെസ്റ്റുകൾ നടത്തി അതിനൊരു പരിഹാരം കണ്ടെത്താൻ ശ്രദ്ധിക്കുക. മൂക്കിലെ അലർജിക്ക് പ്രധാനമായും ഒരു നേസൽ എൻഡോസ്കോപ്പി എടുത്താൽ മൂക്കിൽ ദശയോ മറ്റോ നിറഞ്ഞിട്ടുണ്ടോ, ഈ അലർജി എത്രത്തോളം ഉണ്ട്, അതുപോലെ തന്നെ ബ്ലഡിലെ അലർജി ടെസ്റ്റുകളൊക്കെ ചെയ്ത് അതിന് വേണ്ട പ്രതിവിധികൾ എടുക്കാം. നമ്മൾ കിടക്കുന്ന ബെഡ്ഷീറ്റും പില്ലോ കവറും പുതപ്പും ഒക്കെ ഒരു 3-4 ദിവസം കൂടുമ്പോൾ ചൂടുവെള്ളത്തിൽ തന്നെ കഴുകി വെയിലത്തിട്ട് ഉണക്കാൻ ശ്രദ്ധിക്കുക. മൂക്കിൽ എപ്പോഴും ഒരു സലൈൻ നേസൽ വാഷ് ഉപയോഗിച്ചാൽ ഈ പൊടിപടലങ്ങളെ ഒഴിവാക്കാൻ കഴിയും. നമ്മൾ കിടക്കുന്ന ബെഡ്റൂമിലെ ഫർണിച്ചറുകളും മറ്റും തുടച്ച് വൃത്തിയാക്കി ഡസ്റ്റ് ഫ്രീ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും ശ്രദ്ധിക്കുക. അതുപോലെ സൈനസൈറ്റിസിന്റെ രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഒരു CT സ്കാനോ മറ്റോ എടുത്ത് അതിനു വേണ്ട പ്രതിവിധികളും നമ്മൾ കണ്ടെത്തേണ്ടതാണ്. രണ്ടാമത്തെ കാരണമായ ലെരിംഗോഫെറിഞ്ചൽ റിഫ്ലക്സ്, അതായത് വയറ്റിലെ ആസിഡ് പുളിച്ചു തകട്ടി വരുമ്പോൾ ഉണ്ടാകുന്ന കഫത്തിന് അതിനുള്ള ട്രീറ്റ്മെന്റ് ആണ് എടുക്കേണ്ടത്. ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളതാണ് ഇതിന് ആദ്യത്തെ പരിഹാര മാർഗം. പിന്നെ കുറഞ്ഞ അളവിൽ ഇടയ്ക്കിടെ കഴിക്കാനും ശ്രദ്ധിക്കുക. രാത്രിയിലെ ഭക്ഷണം എപ്പോഴും ഒരു 7 മണിക്ക് മുമ്പാക്കാൻ ശ്രദ്ധിക്കുക. ഭക്ഷണം കഴിച്ച് ഒരു 2-2.5 മണിക്കൂറെങ്കിലും ഗ്യാപ്പ് ഇട്ട ശേഷം മാത്രം കിടന്നുറങ്ങുക. പിന്നെ നമ്മൾ പറഞ്ഞു വന്നത് ലങ്സിന്റെ പ്രശ്നങ്ങളാണ്. ആസ്മയുള്ള ആളുകളിൽ, പുകവലി ശീലമുള്ളവരിലൊക്കെ ഈ കഫം കാണാം. അപ്പോൾ ഈ കാരണമാണോ നിങ്ങളുടെ കഫം ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാക്കി അതിനുള്ള ട്രീറ്റ്മെന്റും എടുക്കുക. ചില ഭക്ഷണ സാധനങ്ങൾ പ്രത്യേകമായിട്ടും കഫം കൂട്ടുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ തന്നെ ശ്രദ്ധിക്കുക. റേഡിയേഷനൊക്കെ എടുത്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ധാരാളം വെള്ളം കുടിക്കുക. അതിന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് ട്രീറ്റ്മെന്റ് എടുത്ത ഡോക്ടറെ കണ്ട് ചോദിക്കുകയും ചെയ്യുക. ഗ്ലോബൽ സെൻസേഷനുള്ള സ്ത്രീകളാണെങ്കിൽ അതിന് മറ്റ് കാരണങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പാക്കാൻ വേണ്ടി ടെസ്റ്റുകളൊക്കെ നടത്തി എന്തെങ്കിലും ഒരു കൗൺസലിങ്ങിനോ മറ്റോ വിധേയരായാൽ ഇത്തരം പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്താം. അപ്പോൾ തൊണ്ടയിലെ കഫം എന്ന് പറയുന്നത് ഒരു രോഗമല്ല, മറിച്ച് പല രോഗത്തിന്റെ ലക്ഷണങ്ങൾ മാത്രമാണ്. എന്ത് രോഗമാണോ നിങ്ങൾക്ക് ഈ കഫം ഉണ്ടാക്കുന്നത് അതിന്റെ ചികിത്സയാണ് നമ്മൾ എടുക്കേണ്ടത്. തൊണ്ടയിൽ കഫം മൂലം ബുദ്ധിമുട്ടുന്ന ഫ്രണ്ടോ ഫാമിലി മെമ്പറോ നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം.